ശരി, നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? അത് ഫെമറാണ്. നമ്മളെ മലയാളത്തിൽ തുടയല്ലേ എന്ന് പറയും. തുടയല്ലേ? അതെ, നമ്മുടെ തുടയിൽ കാണുന്ന ഈ എല്ലാണ് ശരീരത്തിലെ ഏറ്റവും നീളമുള്ളത്. നല്ല ബലവുമുണ്ട്. നമ്മുടെ ഭാരം താങ്ങാനും നടക്കാനും ഓടാനുമൊക്കെ സഹായിക്കുന്നത് ഈ എല്ലാണ്. ഓഹോ, അപ്പോ അതാണ് ഏറ്റവും നീളം കൂടിയ എല്ല്. അതെ, ഏകദേശം നമ്മുടെ ഉയരത്തിന്റെ ഒരു 1/4 നീളമൊക്കെ വരും ഇതിന്. കൊള്ളാം. ശരി, അപ്പോ അടുത്ത ചോദ്യം. സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അത് ക്യാരറ്റ്. നമ്മൾ കേട്ടിട്ടില്ലേ, 22 ക്യാരറ്റ് സ്വർണം, 24 ക്യാരറ്റ് സ്വർണം എന്നൊക്കെ. കടകളിലൊക്കെ പറയും. അതെ, സ്വർണം എത്രത്തോളം ശുദ്ധമാണ് എന്ന് പറയാനാണ് ഈ ക്യാരറ്റ് ഉപയോഗിക്കുന്നത്. 24 ക്യാരറ്റാണ് ഏറ്റവും ശുദ്ധമായത്. അതില് മറ്റു ലോഹങ്ങൾ കുറവായിരിക്കും. അപ്പോ 24 ആണ് ടോപ്പ് അല്ലേ? അതെ, വീട്ടിലെ അമ്മയുടെ മാലയോ വളയോ ഒക്കെ എത്ര ക്യാരറ്റാണെന്നൊന്ന് ചോദിച്ചു നോക്കണേ, ഒരു രസമായിരിക്കും. അതൊരു നല്ല ഐഡിയ ആണ്. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ കൂടുതലായും സബ് ജില്ലാതല സയൻസ് ക്വിസ് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ലോവർ പ്രൈമറി ക്ലാസുകളിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും വേണ്ടിയുള്ളതാണ്. ശരിയാണ്. പിന്നെ LSS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോ നമുക്ക് തുടർന്നാലോ? ഉറപ്പായും. അടുത്ത ചോദ്യം. റേഡിയോ തരംഗങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു അന്തരീക്ഷ പാളിയുണ്ടല്ലോ, അതേതാണ്? നമ്മള് റേഡിയോ കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടതാണോ അത്? അതെ, അതുതന്നെ. ഉത്തരം അയണോസ്ഫിയർ. അയണോസ്ഫിയർ. അതെ, ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഈ പാളി ഒരു കണ്ണാടി പോലെയാണ്. അവിടെ തട്ടിയിട്ട് റേഡിയോ തരംഗങ്ങൾ താഴേക്ക് തിരിച്ചുവരും. അതുകൊണ്ടാണല്ലേ ദൂരെയുള്ള സ്റ്റേഷനൊക്കെ കിട്ടുന്നത്? അതെ, അതുകൊണ്ടാണ് നമുക്ക് ദൂരെയുള്ള റേഡിയോ സ്റ്റേഷനുകളിലെ പാട്ടുകളും വാർത്തകളും ഒക്കെ കേൾക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട റേഡിയോ മാംഗോ ഒക്കെ അങ്ങനെയാണ് കേൾക്കുന്നത്. കൊള്ളാം, ടെക്നോളജിയല്ലേ. ഇനി നമുക്ക് ആകാശത്തേക്ക് നോക്കിയാലോ? വെള്ളി എന്നൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രഹമുണ്ടല്ലോ നമ്മുടെ സൗരയൂഥത്തില്, അതേതാണ്? വെള്ളി. അത് ശുക്രനാണ്. ഇംഗ്ലീഷിൽ വീനസ് എന്ന് പറയും. ശുക്രൻ. രാത്രി ആകാശത്ത് നോക്കിയാൽ നല്ല തിളക്കത്തോടെ കാണാൻ പറ്റുന്ന ഒരു ഗ്രഹമാണിത്. ചിലപ്പോ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടുമുമ്പും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷവുമൊക്കെ ഇതിനെ കാണാം. അതുകൊണ്ടാണോ അതിനെ പ്രഭാത നക്ഷത്രം എന്നൊക്കെ വിളിക്കുന്നത്? അതെ, പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നൊക്കെ പേരുകളുണ്ട്. നല്ല സ്റ്റൈലൻ പേരുകളാണല്ലേ? ശരിയാണ്. ഇനി ഈ വെള്ളി, അതായത് സിൽവർ, അതിന്റെ രാസചിഹ്നം എന്താണ്? കെമിസ്ട്രിയിൽ അതിനെ എങ്ങനെയാ എഴുതുന്നത്? വെള്ളിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ AG എന്നാണ്. AG? അതെന്താ S ഒന്നുമല്ലാതെ AG എന്ന് വരാൻ കാരണം? നല്ല ചോദ്യം. വെള്ളിയുടെ ലാറ്റിൻ ഭാഷയിലുള്ള പഴയ പേര് അർജന്റം എന്നാണ്. അർജന്റം. അതെ, അതിലെ ആദ്യത്തെ അക്ഷരങ്ങളായ എയും ജിയും ചേർത്താണ് AG എന്ന ചിഹ്നമുണ്ടാക്കിയത്. AG, അർജന്റം, വെള്ളി. ഓർക്കാൻ എളുപ്പമല്ലേ? സിമ്പിൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മളെ ശ്വാസം എടുക്കുന്ന വായുവില് ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഓക്സിജൻ ആയിരിക്കോ? പലരും അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ അല്ല, ഉത്തരം നൈട്രജനാണ്. നൈട്രജനോ? അതെ, നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ ഏകദേശം 78% നൈട്രജനാണ്. ഓക്സിജൻ ഒരു 21% വരൂ. ബാക്കി ചെറിയ അളവിൽ മറ്റു വാതകങ്ങളുമുണ്ട്. ഓഹോ, അപ്പൊ ഓക്സിജനേക്കാൾ കൂടുതൽ നൈട്രജനാണ് വായുവില്? അതെ. കൊള്ളാം. കൂട്ടുകാരെ, ഇതുവരെയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ശരിയാണ്, കൂടുതൽ അറിവുകൾ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അതെ, ഞങ്ങൾക്കതൊരു പ്രോത്സാഹനമാകും. തീർച്ചയായും. അറിവ് നേടുന്നത് ഒരു രസമുള്ള കാര്യമല്ലേ? എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മൾ കൂടുതൽ സ്മാർട്ട് ആവുന്നത്, അല്ലേ? അതെ അതെ. ശരി, അപ്പോ അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ്? ഭയങ്കര സ്പീഡായിരിക്കുമല്ലോ. അസാധ്യ സ്പീഡാണ്. ഉത്തരം പെരഗ്രീൻ ഫാൽക്കൺ. പെരഗ്രീൻ ഫാൽക്കൺ. അതെ, ഈ പക്ഷിക്ക് താഴേക്ക് ഇരയെ പിടിക്കാനായി ഊളിയിടുമ്പോൾ മണിക്കൂറിൽ ഏകദേശം 390 കിലോമീറ്റർ വേഗത വരെ കൈവരിക്കാൻ പറ്റും. 390 കിലോമീറ്റർ? ഒരു റേസിംഗ് കാറിനേക്കാൾ വേഗത? അതെ, ഷൂ എന്ന് പറന്നുപോകും. നിങ്ങൾ കളിക്കുന്ന മോട്ടോർ റേസിംഗ് ഗെയിമിലെ സൂപ്പർ കാറില്ലേ, അതുപോലെ. കൊള്ളാം. ഇനി മനുഷ്യ ശരീരത്തിലേക്ക് തിരികെ വരാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഇത് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ ആന്തരിക അവയവം എന്നല്ല ചോദിച്ചത്, വെറും അവയവം. അപ്പോ ഉത്തരം ത്വക്കാണ്, നമ്മുടെ സ്കിൻ. സ്കിന്നോ? അതെങ്ങനെ വലുതാവും? നമ്മുടെ ശരീരം മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നത് എന്താണ്? ത്വക്കല്ലേ? തലതൊട്ട് കാലിന്റെ വിരല് വരെ. അപ്പൊ അതിന്റെ മൊത്തം ഏരിയ, വിസ്തീർണം വെച്ച് നോക്കുമ്പോ ത്വക്കാണ് ഏറ്റവും വലിയ അവയവം. ശരിയാണ്. അപ്പൊ നമ്മുടെ കവചം തന്നെയാണല്ലേ ഏറ്റവും വലുത്? അതെ, ഇത് നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെ അണുക്കളിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കേ, ഇനി അടുത്തത്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഹോർമോണുകൾ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളിൽ ഏറ്റവും വലുത്? അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ്? അതെ,
നമ്മുടെ കഴുത്തിന്റെ മുൻഭാഗത്ത് കാണുന്ന ഒരു ഗ്രന്ഥിയാണിത്. അതിനൊരു പ്രത്യേക ഷേപ്പുണ്ട്, ഒരു ചിത്രശലഭത്തിന്റെ ആകൃതി. ചിത്രശലഭത്തിന്റെയോ? കൊള്ളാലോ. അതെ, ഒരു ബട്ടർഫ്ലൈ ഷേപ്പ്. ഇത് നമ്മുടെ ശരീരവളർച്ചയ്ക്കും മറ്റും ആവശ്യമായ ഹോർമോണുകളൊക്കെ ഉണ്ടാക്കുന്നു. ഓക്കേ, ഇനി ചെടികളുടെ കാര്യം ചോദിക്കാം. ചെടികൾക്കും മരങ്ങൾക്കുമെല്ലാം പച്ചനിറമല്ലേ? ഈ പച്ചനിറം കൊടുക്കുന്ന വസ്തു എന്താണ്? അതിന്റെ പേരാണ് ഹരിതകം. ഇംഗ്ലീഷിൽ ക്ലോറോഫിൽ എന്ന് പറയും. ക്ലോറോഫിൽ. അതെ, ഈ ഹരിതകമാണ് ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്നത്. ഇത് വെറുതെ ഒരു നിറം കൊടുക്കുന്നത് മാത്രമല്ല, സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ചെടികൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ സഹായിക്കുന്നതും ഈ ഹരിതകമാണ്. ആഹാ, അപ്പൊ ചെടികളുടെ ഫുഡ് ഫാക്ടറിയിലെ പ്രധാന ആളാണ് ഹരിതകം. അങ്ങനെ പറയാം. ഇനി വീണ്ടും അന്തരീക്ഷത്തിലേക്ക്. നമ്മൾ നേരത്തെ അയണോസ്ഫിയർ പറഞ്ഞു. പക്ഷെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും വലുത്, അതായത് ഏറ്റവും പുറത്തുള്ള, ഏറ്റവും ഉയരത്തിലുള്ള പാളി ഏതാണ്? അത് എക്സോസ്ഫിയർ ആണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ ഏറ്റവും നേർത്ത പാളിയാണിത്. അവിടെ നിന്നാണ് അന്തരീക്ഷം പതിയെ ശൂന്യാകാശമായി മാറുന്നത്. അങ്ങ് ദൂരെ ദൂരെ. എക്സോസ്ഫിയർ. ഓക്കെ, ഇനി നമ്മുടെ തലയ്ക്കുള്ളിലേക്ക് വരാം. നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, പഠിക്കുന്ന കാര്യങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ഇത് മിക്കവർക്കും അറിയാമായിരിക്കും. ഉറപ്പായും അത് നമ്മുടെ തലച്ചോറാണ്, ബ്രെയിൻ. തലച്ചോർ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പഠിക്കാനും ഓർക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കളിക്കാനുമൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ തലച്ചോറാണ്. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ. ശരിയാണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഈ ശബ്ദമുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ്? അത് നമ്മുടെ കഴുത്തിലുള്ള സ്വനപേടകം എന്ന ഭാഗത്തു നിന്നാണ്. ഇംഗ്ലീഷിൽ ലാരിങ്സ് എന്ന് പറയും. ലാരിങ്സ്. അതെ, അവിടെയുള്ള വോക്കൽ കോഡുകൾ എന്ന ഭാഗം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. ഇത് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നതും പാട്ടുപാടുന്നതുമൊക്കെ. ആ, എന്തിനേറെ പറയുന്നു, നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളില്ലേ, ദോരയെപ്പോലെ മാപ്പ് എവിടെ, മാപ്പ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതും ഇത് വെച്ചാണ്. അല്ലെങ്കിൽ മോട്ടുവിനെ പോലെ എനിക്ക് സമോസ വേണം എന്ന് പറയുന്നതും. മോട്ടു, പത്ലു, ഹേയ് സമോസ. കൊള്ളാം. മോട്ടു പത്ലു. ഇനി ആശുപത്രിയിൽ പോകുമ്പോ ഡോക്ടർമാര് നമ്മുടെ BP നോക്കില്ലേ, കയ്യിലൊരു കഫൊക്കെ കെട്ടി പമ്പ് ചെയ്യുന്ന ഒരു മെഷീൻ വെച്ചിട്ട്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിന്റെ പേരെന്താണ്? അതിന് കുറച്ച് നീളമുള്ളൊരു പേരാണ് സ്പിഗ്മോ മാനോമീറ്റർ. സ്പിഗ്മോ എന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ. സ്പിഗ്മോ മാനോമീറ്റർ. ഡോക്ടർമാർ ഇത് ഉപയോഗിച്ചാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലാണോ അതോ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കുന്നത്. സ്പിഗ്മോ മാനോമീറ്റർ. കൊള്ളാം. നമ്മൾ നേരത്തെ തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ ചിത്രശലഭത്തിന്റെ ഷേപ്പിലുള്ള ഗ്രന്ഥി, അതുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ ഏതാണ്? ആ ഹോർമോണിന്റെ പേരാണ് തൈറോക്സിൻ. തൈറോക്സിൻ. അതെ, ഈ തൈറോക്സിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിന്റെ വളർച്ച, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജം എങ്ങനെ ഉപയോഗിക്കണം എന്നതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ആ ചിത്രശലഭ ഗ്രന്ഥിയുടെ പ്രധാന ജോലികളിലൊന്നാണത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഹോർമോണാണല്ലേ? അതെ. കൂട്ടുകാരെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് കേട്ടോ. ശരിയാണ്, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അറിവ് പങ്കുവെക്കുമ്പോൾ കൂടുമല്ലോ. ശരി, അടുത്ത ചോദ്യം. നമ്മൾ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫെമർ ആണെന്ന് പറഞ്ഞു. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? മസിൽ. ഏറ്റവും നീളം കൂടിയ പേശിയും തുടയിൽ തന്നെയാണ് കാണുന്നത്. സാർട്ടോറിയസ് പേശി എന്നാണ് അതിന്റെ പേര്. സാർട്ടോറിയസ്. അതെ, സാർട്ടോറിയസ്. നമ്മുടെ തുടയുടെ മുൻഭാഗത്തുകൂടി കുറുകെ താഴേക്ക് വരുന്ന ഒരു നീണ്ട റിബൺ പോലെയുള്ള പേശിയാണത്. ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഇതാണ്. സാർട്ടോറിയസ് പേശി. കൊള്ളാം. ഇനി നമുക്ക് അടുക്കളയിലേക്കൊന്ന് പോകാം. വെള്ളത്തിൽ പല സാധനങ്ങളും അലിയുമല്ലോ, പഞ്ചസാര, ഉപ്പ് ഒക്കെ. ഇതിൽ ഏതാണ് വെള്ളത്തിൽ ഏറ്റവും പെട്ടെന്ന് അലിയുന്നത്? പഞ്ചസാരയും വേഗം അലിയും. പക്ഷേ അതിലും വേഗത്തിൽ അലിയുന്നത് നമ്മുടെ സാധാരണ കറിയുപ്പാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. ഉപ്പ്. അതെ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ഇളക്കിയാൽ അത് പടപടാന്ന് അലിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? പഞ്ചസാര അലിയാൻ കുറച്ചുകൂടി സമയമെടുക്കും. ശരിയാണ്, ശരിയാണ്. ഉപ്പ് വേഗം അലിയും. ഇനി വീണ്ടും ബഹിരാകാശത്തേക്ക്. നമ്മുടെ സൗരയൂഥത്തിലെ, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഒരു ഭീമൻ ഗ്രഹം. അത് വ്യാഴമാണ്, ജൂപ്പിറ്റർ. വ്യാഴം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വലുതാണ്. ഭൂമിയുമായി താരതമ്യം ചെയ്താൽ ഏകദേശം 1300 ഭൂമികളെ എടുത്ത് ഈ വ്യാഴത്തിനകത്ത് വയ്ക്കാൻ പറ്റും. അത്ര വലുതാണോ? അതെ. പിന്നെ ഇതിന് ഒരുപാട് ഉപഗ്രഹങ്ങളും ചന്ദ്രന്മാരുമുണ്ട്. ഭൂമിയുടെ അടുത്ത് വ്യാഴത്തെ കൊണ്ടുവച്ചാൽ വ്യാഴം കാണാൻ മോട്ടുവിനെപ്പോലെയും ഭൂമി പത്ലുവിനെപ്പോലെയും ഇരിക്കും. മോട്ടു പത്ലു. കൊള്ളാം ഈ താരതമ്യം. ഇനി വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു സാധാരണ കാര്യം, ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ, ഗേറ്റ്, ജനൽ കമ്പിയൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ തുരുമ്പെടുക്കില്ലേ? ഒരു ചുവന്ന പൊടി പോലെ വരും. തുരുമ്പ്. അതെ. ഈ തുരുമ്പെടുക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? അതിന് കാരണം ഓക്സിജനാണ്. ഓക്സിജനോ? നമ്മൾ ശ്വാസമെടുക്കുന്ന ഓക്സിജൻ. അതെ. ഇരുമ്പ് വെള്ളത്തിന്റെ അംശം, അതായത് ഈർപ്പമുള്ളപ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ തുരുമ്പ് ഉണ്ടാകുന്നത്. ഈ തുരുമ്പ് ഇരുമ്പിനെ പതിയെ പൊടിയാക്കും. ഓഹോ.
അപ്പോ ഓക്സിജനാണ് തുരുമ്പിന് പിന്നിൽ. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് വരാം. ഈ ഓക്സിജനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കണ്ടേ? രക്തത്തിലുള്ള ഏത് തരം കോശങ്ങളാണ് ഈ ഓക്സിജൻ കൊണ്ടുപോകുന്ന ജോലി ചെയ്യുന്നത്? അത് ചുവന്ന രക്താണുക്കളാണ്, റെഡ് ബ്ലഡ് സെൽസ്. നമ്മൾ RBC എന്ന് ചുരുക്കി പറയും. റെഡ് ബ്ലഡ് സെൽസ്. അതെ, നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശത്തിലെത്തുന്ന ഓക്സിജനെ ഈ ചുവന്ന രക്താണുക്കൾ പിടിച്ചെടുത്തിട്ട് രക്തത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങൾക്കും എത്തിച്ചു കൊടുക്കും. ഓക്സിജൻ കൊണ്ടുപോകുന്ന കുഞ്ഞൻ ലോറികളാണിവ. ഓക്സിജൻ ലോറികൾ. കൊള്ളാം. നമ്മൾ ഏറ്റവും നീളം കൂടിയ അസ്ഥി തുടയലാണെന്ന് പറഞ്ഞു. ഇനി നേരെ ഓപ്പോസിറ്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? അതെവിടെയാണ് കാണുന്നത്? ഏറ്റവും ചെറിയ അസ്ഥി അത് നമ്മുടെ ചെവിക്കുള്ളിലാണുള്ളത്. സ്റ്റേപ്പിസ് എന്നാണ് അതിന്റെ പേര്. സ്റ്റേപ്പിസ്. അതെ, ചെവിയുടെ നടുഭാഗത്ത് 3 കുഞ്ഞൻ എല്ലുകളുണ്ട്. അതിലൊന്നാണ് ഈ സ്റ്റേപ്പിസ്. ഒരു അരിമണിയോളം വലിപ്പമേ ഇതിനുണ്ടാകൂ. ഒരു അരിമണിയോളം മാത്രം ചെവിക്കുള്ളിൽ? അവിശ്വസനീയം. അതെ. ഇനി പക്ഷികളിലെ കുഞ്ഞിനെ പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? അത് ബീ ഹമ്മിംഗ് ബേർഡ് ആണ്. ബീ ഹമ്മിംഗ് ബേർഡ്. തേനീച്ചയുടെ പേരാണല്ലോ. അതെ, കാരണം ഇതൊരു തേനീച്ചയുടെ അത്രയുമൊക്കെ വലിപ്പമേ ഇതിനുണ്ടാകൂ. ക്യൂബ എന്ന രാജ്യത്താണ് ഇതിനെ പ്രധാനമായും കാണുന്നത്. ഓ. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹെലികോപ്റ്റർ പോലെ ഒരേ സ്ഥലത്ത് നിന്ന് പറക്കാൻ പറ്റും. എന്തിനറിയോ, പിന്നോട്ട് പറക്കാനും ഇതിന് കഴിയും. പിന്നോട്ട് പറക്കുമോ? അതെ, പിന്നോട്ട് പറക്കാൻ കഴിവുള്ള ഒരേയൊരു പക്ഷി ഇതാണെന്നാണ് പറയുന്നത്. പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാനൊക്കെ ഈ കഴിവ് സഹായിക്കും. ഒരു മാന്ത്രിക ശക്തിയുള്ള പോലെയുണ്ടല്ലേ? ശരിയാണ്. പിന്നോട്ട് പറക്കുന്ന പക്ഷി. കൊള്ളാം. ഇനി ഭൂമിയിലെ ചില വലിയ സ്ഥലങ്ങൾ. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ചൂടുള്ള മണലുള്ള സ്ഥലമാണ് ഓർമ്മ വരുന്നത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ തണുത്ത മരുഭൂമി ഏതാണ്? അത് അന്റാർട്ടിക് മരുഭൂമിയാണ്. അന്റാർട്ടിക്കയോ? അവിടെ മുഴുവൻ മഞ്ഞല്ലേ? അതെ, പക്ഷെ മരുഭൂമി എന്ന് പറയുന്നത് മഴ വളരെ കുറഞ്ഞ സ്ഥലങ്ങളെയാണ്. അന്റാർട്ടിക്കയിൽ മഞ്ഞാണെങ്കിലും അവിടെ മഴയോ മഞ്ഞുവീഴ്ചയോ വളരെ കുറവാണ്. അതുകൊണ്ട് അതൊരു തണുത്ത മരുഭൂമിയാണ്. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ചൂടുള്ളതും തണുത്തതും കൂട്ടിയാൽ അന്റാർട്ടിക്കയാണ്. ഓ, അപ്പോ മരുഭൂമി തണുത്തതുമാകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലത്തെ ചൂടുള്ള മരുഭൂമിയിൽ ഏറ്റവും വലുതേതാണ്? അത് സഹാറ മരുഭൂമിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണിത്. സിനിമകളിലൊക്കെ കാണുന്ന വലിയ മണൽക്കുന്നുകളൊക്കെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ് സഹാറ. പകൽ സമയത്ത് അവിടെ ഭയങ്കര ചൂടായിരിക്കും. സഹാറ മരുഭൂമി. ഓക്കെ. ഇനി വീണ്ടും കെമിസ്ട്രിയിലേക്ക്. നമ്മൾ നേരത്തെ വെള്ളിയുടെ രാസചിഹ്നം Ag ആണെന്ന് പഠിച്ചു. അതുപോലെ സ്വർണത്തിന്റെ രാസചിഹ്നം എന്താണ്? ഗോൾഡിന് G ആണോ? അല്ല, സ്വർണത്തിന്റെ ചിഹ്നം Au എന്നാണ്. Au. ഇതിനും വല്ല ലാറ്റിൻ പേരുമുണ്ടോ? ഉണ്ട്. സ്വർണത്തിന്റെ ലാറ്റിൻ പേര് ഓറം എന്നാണ്. അതിലെ ആദ്യ അക്ഷരങ്ങളാണ് Au. അപ്പോ Ag വെള്ളിക്കും Au സ്വർണത്തിനും. Au. കൊള്ളാം, ഓർത്തുവെക്കാം. ഇനി ഒരു ശാസ്ത്രജ്ഞന്റെ പേര് ചോദിക്കാം. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ അണുക്കൾ കൊണ്ടാണെന്ന് ആദ്യമായി ശാസ്ത്രീയമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ജോൺ ഡാൾട്ടൺ എന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്. പണ്ടേ ആളുകൾക്കിങ്ങനെ ചെറിയ കണികകളുണ്ടാവാം എന്നൊരാശയമുണ്ടായിരുന്നു. പക്ഷേ പരീക്ഷണങ്ങളിലൂടെയൊക്കെ അതിനൊരു ശാസ്ത്രീയമായ വിശദീകരണം കൊടുത്തത് ഡാൾട്ടനാണ്. ജോൺ ഡാൾട്ടൺ. ഓക്കെ. ഇനി ചെടികളുടെ ഒരു കാര്യം. ചെടികൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുമല്ലോ. അതുപോലെ ചെടികൾ ഇലകളിലൂടെ കുറച്ചു വെള്ളം പുറത്തേക്ക് വിടും എന്നും കേട്ടിട്ടുണ്ട്. ആ പ്രക്രിയയ്ക്ക് എന്താണ് പറയുക? ആ പ്രക്രിയയുടെ പേരാണ് സ്വേദനം. ഇംഗ്ലീഷിൽ ട്രാൻസ്പിറേഷൻ എന്ന് പറയും. സ്വേദനം. അതെ, ഇലകളുടെ അടിയിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളുണ്ട്, സ്റ്റൊമാറ്റ എന്ന് പറയും. അതിലൂടെയാണ് ചെടികൾ അധികമുള്ള വെള്ളം നീരാവിയായി പുറത്തുവിടുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെടികൾ വിയർക്കുന്നതുപോലെ. ചെടികൾ വിയർക്കുന്നു. കൊള്ളാലോ. ഓ, പെട്ടെന്ന് ഓർത്തപ്പം ചോദിക്കുക. ഉറുമ്പ് കടിച്ചാൽ നമുക്ക് നീരില്ലേ? ചിലപ്പം തടിച്ചു പൊങ്ങും. എന്താ ഈ ഉറുമ്പ് കടിക്കുമ്പോ ഇങ്ങനെ നീരുന്നത്? ഉറുമ്പ് കടിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ നിന്ന് ഒരുതരം ആസിഡ് നമ്മുടെ തൊലിക്കുള്ളിലേക്ക് കുത്തിവെക്കും. ഫോർമിക് ആസിഡ് എന്നാണ് അതിന്റെ പേര്. ഫോർമിക് ആസിഡ്. അതെ, ഈ ആസിഡ് കാരണമാണ് നമുക്ക് ആ നീറ്റലും ചൊറിച്ചിലും ചെറിയ വേദനയുമൊക്കെ ഉണ്ടാകുന്നത്. ആ കുഞ്ഞൻ ഉറുമ്പിനും ഉണ്ടല്ലേ ഓരോ പവർ. ഫോർമിക് ആസിഡ്. അപ്പൊ അതാണ് വില്ലൻ. ഇനി ശരീരത്തിലെ പേശികളിലേക്കും എല്ലുകളിലേക്കും തിരികെ വരാം. നമ്മുടെ പേശികളെ എല്ലുകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിനെന്താ പറയാ? അവയാണ് സ്നായുക്കൾ. ഇംഗ്ലീഷിൽ ടെൻഡൻസ് എന്ന് പറയും. ടെൻഡനുകൾ. അതെ, ഈ ടെൻഡനുകളാണ് പേശികൾ സങ്കോചിക്കുമ്പോൾ എല്ലുകളെ വലിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കൈയും കാലുമൊക്കെ മടക്കാനും നിവർത്താനും പറ്റുന്നത്. നല്ല ബലമുള്ള നാരുകൾ പോലെയുള്ള ഭാഗമാണിത്. ഓക്കെ, സ്നായുക്കൾ. നമ്മൾ നേരത്തെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ആണെന്ന് പറഞ്ഞു. ഇനി ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്രന്ഥി അല്ലാത്ത സാധാരണ ഗ്രന്ഥികളിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുത് ഏതാണ്? അത് നമ്മുടെ കരളാണ്, ലിവർ. കരൾ. അതെ, നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്തായി വലതുവശത്തായി കാണുന്ന ഒരു വലിയ അവയവമാണിത്. ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസം, ബൈൽ ഉണ്ടാക്കുക, രക്തത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുക, പോഷകങ്ങൾ സംഭരിക്കുക തുടങ്ങി ഒരുപാട് പ്രധാനപ്പെട്ട ജോലികൾ കരളിനുണ്ട്. ഓഹോ, കരളിന് ഒരുപാട് ജോലിയുണ്ടല്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഇനി ഭൂമിശാസ്ത്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? അത് പസഫിക് സമുദ്രമാണ്.
ശാന്തസമുദ്രമെന്നും പറയും, പസഫിക് ഓഷ്യൻ. പസഫിക്. ഭൂമിയിലെ സമുദ്രങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും ആഴമുള്ളതും ഇതാണ്. പണ്ട് മഗല്ലൻ എന്ന നാവികൻ ലോകം ചുറ്റി സഞ്ചരിച്ചപ്പോൾ ഈ സമുദ്രം വളരെ ശാന്തമായി കണ്ടതുകൊണ്ടാണത്രേ ഇതിന് ശാന്തസമുദ്രം എന്നർത്ഥം വരുന്ന പസഫിക് എന്ന് പേരിട്ടത്. ആഹാ, അങ്ങനെയൊരു കഥയുണ്ടല്ലേ, ശാന്തസമുദ്രം. ഇനി ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്, ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ അസ്ഥി കാണപ്പെടുന്നത് എവിടെയാണ്? തുടയിൽ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഫെമർ, തുടയല്. കൊള്ളാം, ഓർമ്മയുണ്ട്. ഇനി കുറച്ച് പൂക്കളുടെ കാര്യം. റോസാപ്പൂവ് ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യമേതാണ്? അത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട്. അതെ, ഇംഗ്ലണ്ടിന്റെ നാഷണൽ ഫ്ലവർ റോസ് ആണ്. അപ്പോ ഇംഗ്ലണ്ടിന്റേത് റോസ്. നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ ദേശീയ പുഷ്പമേതാണ്? അത് താമരയാണ്, ലോട്ടസ്. താമര. ഓക്കെ, ഇനി ഭക്ഷണത്തിലേക്ക്. നമുക്ക് ഓടാനും ചാടാനും പഠിക്കാനുമൊക്കെ എനർജി വേണ്ടേ? ഈ ഊർജം പ്രധാനമായും കിട്ടുന്നത് ഏത് തരം ഭക്ഷണ ഘടകത്തിൽ നിന്നാണ്? അത് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്നാണ്. കാർബോഹൈഡ്രേറ്റ്. അതെ, ചോറ്, ചപ്പാത്തി, ബ്രെഡ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ പഴങ്ങളിലൊക്കെയുള്ള മധുരം, ഇതിലൊക്കെ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇതാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഇന്ധനം. അപ്പോ ഊർജം വേണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കണം. ഇനി നമ്മുടെ നെഞ്ചിൻ കൂട്. നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ വളഞ്ഞ എല്ലുകൾ ഒരു കൂട് പോലെ കാണുന്നില്ലേ? നമ്മുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന ആ എല്ലുകൾക്ക് പറയുന്ന പേരെന്താണ്? അവയാണ് വാരിയെല്ലുകൾ, റിബ്സ് എന്ന് പറയും. വാരിയെല്ലുകൾ. അതെ, ഈ വാരിയെല്ലുകൾ ചേർന്നുണ്ടാകുന്ന നെഞ്ചിൻ കൂട് നമ്മുടെ ഉള്ളിലുള്ള ഹാർട്ട്, ലങ്സ് പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ശരിയാണ്, ഒരു കൂട് പോലെ സംരക്ഷിക്കുന്നു. ഇനി നമ്മുടെ ഇന്ദ്രിയങ്ങൾ. നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും വലിയതേതാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ത്വക്ക് തന്നെയാണ്. വീണ്ടും ത്വക്കോ? അതെ, കാരണം സ്പർശനമാണ് ത്വക്കിന്റെ പ്രധാന ജോലി. നമ്മുടെ ശരീരം മുഴുവനും ത്വക്കുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഏരിയയുള്ള ഇന്ദ്രിയം ത്വക്കാണ്. ഓക്കെ, അപ്പോ ഏറ്റവും വലിയ അവയവവും ഏറ്റവും വലിയ ഇന്ദ്രിയവും ത്വക്ക് തന്നെ. ഇനി എല്ലുകളുടെ എണ്ണം. ഒരു മുതിർന്ന മനുഷ്യന്റെ ശരീരത്തിൽ ആകെ എത്ര എല്ലുകളുണ്ട്? കൃത്യമായി പറഞ്ഞാൽ 206 എല്ലുകൾ. 206? അതെ, നമ്മൾ ജനിക്കുമ്പോൾ ഏകദേശം 300ഓളം എല്ലുകളുണ്ടാകും. പക്ഷേ വളരുമ്പോൾ അതിൽ ചിലതൊക്കെ ഒന്നിച്ചു ചേർന്ന് എണ്ണം 206 ആകും. ഓഹോ, എണ്ണി നോക്കാൻ നിന്ന പണിയാവും അല്ലേ? അതെ. ഇനി പേശികളുടെ എണ്ണം. നമ്മുടെ ശരീരത്തിൽ ഏകദേശം എത്ര പേശികളുണ്ട്? മസിൽസ്. പേശികളുടെ കൃത്യം എണ്ണം പറയുന്നതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ചെറിയ പേശികളെ എങ്ങനെ കൂട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നാലും ഏകദേശം 600-ൽ കൂടുതൽ പേശികൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. 600-ൽ കൂടുതൽ? അപ്പോ എല്ലുകളേക്കാൾ വളരെ കൂടുതൽ പേശികളുണ്ട്. അതെ. ഇനി ഗ്രന്ഥികളിലേക്ക് തിരികെ വരാം. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ആണെന്നും പറഞ്ഞു. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? അത് തലച്ചോറിനുള്ളിൽ കാണുന്ന പീനിയൽ ഗ്രന്ഥിയാണ്, പൈനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്രന്ഥി. അതെ, വളരെ ചെറിയ, ഒരു പയർമണിയുടെയൊക്കെ അത്രയേ വലിപ്പമുള്ളൂ. ഈ ഗ്രന്ഥിയാണ് നമ്മുടെ ഉറക്കവും ഉണരുന്നതുമായ സൈക്കിളൊക്കെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. കുഞ്ഞനാണെങ്കിലും ചെയ്യുന്ന പണി വലുതാണ്. പീനിയൽ ഗ്രന്ഥി. കൊള്ളാം. ഇനി വയറിളക്കം വരുമ്പോ ക്ഷീണം മാറ്റാൻ ഡോക്ടർമാരൊരു പൊടി തന്ന് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറയില്ലേ? ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നത് തടയാൻ. ആ ലായനിക്ക് എന്താ പറയാ? അത് ORS ആണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ORS. അതെ, വയറിളക്കം, ഛർദിയൊക്കെ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് ധാരാളം ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടും. അത് തിരികെ കിട്ടാനാണ് ഈ ORS ലായനി കുടിക്കുന്നത്. ഉപ്പും പഞ്ചസാരയുമൊക്കെ ഒരു പ്രത്യേക അളവിൽ ചേർത്ത പൊടിയാണിത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്, ORS ഓർത്തുവെക്കാം. ഇനി പണ്ടത്തെ ഒരു രോഗത്തെക്കുറിച്ച് ചോദിക്കാം. യൂറോപ്പിലൊക്കെ ഒരുപാട് ആളുകൾ മരിക്കാൻ കാരണമായ കറുത്ത മരണം അഥവാ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെട്ടിരുന്ന രോഗം ഏതാണ്? അത് പ്ലേഗ് എന്ന രോഗമാണ്. പ്ലേഗ്. അതെ, എലികളിൽ കാണുന്ന ചെള്ളുകൾ വഴിയാണ് ഇത് പ്രധാനമായും പടർന്നിരുന്നത്. അക്കാലത്ത് ഇത് വളരെ ഭീകരമായൊരു പകർച്ചവ്യാധിയായിരുന്നു. ഓക്കെ, പ്ലേഗ്. ഇനി നമ്മുടെ രക്തക്കുഴലുകൾ. ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്ന മെയിൻ പൈപ്പ്. അത് മഹാധമനിയാണ്. ഇംഗ്ലീഷിൽ അയോട്ട എന്ന് പറയും. അയോട്ട. ഹൃദയത്തിന്റെ ഇടത്തെ അറയിൽ നിന്ന് ശുദ്ധരക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത് ഈ വലിയ രക്തക്കുഴലിലൂടെയാണ്. മഹാധമനി. അപ്പോ അതാണ് ഏറ്റവും വലുത്. ഇനി ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ ഏതാണ്? വളരെ നേർത്തവ. അവയാണ് കാപ്പിലറികൾ. മലയാളത്തിൽ ലോമികകൾ എന്ന് പറയും. കാപ്പിലറുകൾ. ഓഹോ, കാപ്പിലറികൾ. ഇനി മൃഗലോകത്തേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണ്? അതായത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളിൽ ഏറ്റവും വലുത്. അത് കടലിൽ ജീവിക്കുന്ന നീലത്തിമിംഗലമാണ്, ബ്ലൂ വെയിൽ. നീലത്തിമിംഗലം. അതെ, കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയേക്കാൾ എത്രയോ വലുതാണിത്. ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ജീവികളിൽ വെച്ച് ഏറ്റവും വലുതും നീലത്തിമിംഗലം തന്നെയാണെന്നാണ് പറയുന്നത്. കടലിലെ ഒരു ഭീമാകാരൻ. കടലിലെ ഭീമൻ. കൊള്ളാം.
ഇനി കരയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം ഏതാണ്? അത് എവറസ്റ്റ് കൊടുമുടിയാണ്, മൗണ്ട് എവറസ്റ്റ്. എവറസ്റ്റ്. ഏഷ്യയിലെ ഹിമാലയ പർവ്വതനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇതാണ്. ഓക്കെ, എവറസ്റ്റ്. ഇനി വേഗതയുടെ കാര്യം. കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന മൃഗം ഏതാണ്? നേരത്തെ നമ്മള് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി പെരഗ്രിൻ ഫാൽക്കൺ ആണെന്ന് പറഞ്ഞു. കരയിലെ സ്പീഡ് സ്റ്റാർ ചീറ്റയാണ്. ചീറ്റ. അതെ, മണിക്കൂറിൽ ഏകദേശം 120 കിലോമീറ്റർ വേഗതയിൽ വരെ കുറഞ്ഞ ദൂരത്തേക്ക് ഓടാൻ ചീറ്റയ്ക്ക് കഴിയും. ഇരയെ പിടിക്കാനാണ് ഈ വേഗത ഉപയോഗിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ്. നിങ്ങൾ കളിക്കുന്ന സബ്വേ സർഫേഴ്സിലെ ക്യാരക്ടർ ഓടുന്നതിലും വേഗത്തിലോടും. ശരിയാണ്, ചീറ്റ. ഇനി വീണ്ടും സൗരയൂഥത്തിലേക്ക്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണെന്ന് പറഞ്ഞു. അപ്പോ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്, മർക്യൂറി. ഇത് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം കൂടിയാണ്. ബുധൻ. ഓക്കെ, ഇനി ആയുസ്സിന്റെ കാര്യം. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന മൃഗം ഏതാണ്? കരയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് ചിലതരം ഭീമൻ കടലാമകളാണ്, ജയന്റ് ടോർട്ടോയ്സ്. കടലാമകൾ. അതെ, ഗാലപ്പഗോസ് ആമകളൊക്കെ 100ഉം 150ഉം ചിലപ്പോൾ 200 വർഷം വരെ ജീവിക്കാറുണ്ട്. നമ്മുടെ വീഡിയോ ഗെയിം ക്യാരക്ടറുകൾക്കൊക്കെ ഇത്രയും ലൈഫ് കിട്ടിയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ശരിയാണ്, ആമകൾക്ക് നല്ല ആയുസ്സുണ്ട്. ഇനി സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ഭൂമിക്ക് ചന്ദ്രനുള്ളതുപോലെ. അങ്ങനെയുള്ള ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതേതാണ്? അത് വ്യാഴത്തിന്റെ ഒരു ഉപഗ്രഹമാണ്, ഗാനമീഡ് എന്നാണ് പേര്. ഗാനിമീഡ്. അതെ, ഇത് നമ്മുടെ ബുധൻ ഗ്രഹത്തെക്കാളും വലിപ്പമുള്ളൊരു ഉപഗ്രഹമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹവും ഇതുതന്നെ. സ്വന്തമായിട്ടൊരു കാന്തിക വലയം, മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരേയൊരു ഉപഗ്രഹവും ഗാനിമീഡാണ്. ഓ, ഗാനിമീഡിന് സ്വന്തമായി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? കൊള്ളാം. ഇനി രാത്രി ആകാശത്തേക്ക് നോക്കാം. സൂര്യൻ കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? അത് സിരിയസ് എന്ന നക്ഷത്രമാണ്. നമ്മുടെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രകാശമുള്ളത് സിരിയസ് ആണ്. ഇതിനെ ഡോഗ് സ്റ്റാർ എന്നും പറയാറുണ്ട്. സിരിയസ്, ഡോഗ് സ്റ്റാർ. ഓക്കെ. ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള ഹാർഡസ്റ്റ് ഭാഗം ഏതാണ്? എല്ലുകളാണോ? എല്ലുകളെക്കാളും കാഠിന്യമുണ്ട് നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറമെയുള്ള ആ വെളുത്ത ആവരണത്തിന്. ഇനാമൽ എന്ന് പറയും, ടൂത്ത് എനാമൽ. പല്ലിന്റെ ഇനാമൽ. അതെ, ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭാഗം. അതുകൊണ്ട് പല്ലുകൾ കേടുവരാതെ നന്നായി ബ്രഷ് ചെയ്ത് സൂക്ഷിക്കണം. ശരിയാണ്, ഇനാമൽ പോയാൽ പിന്നെ പല്ലിന് കേടാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ രക്തം ഉണ്ടാകുന്നതെവിടെയാണ്? രക്തത്തിലെ കോശങ്ങൾ, അതായത് ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളുമൊക്കെ പ്രധാനമായും ഉണ്ടാകുന്നത് എല്ലുകളുടെ ഉള്ളിലുള്ള മജ്ജയിലാണ്, ബോൺ മാരോ. ബോൺ മാരോ. എല്ലിന്റെ ഉള്ളിലോ? അതെ, വലിയ എല്ലുകളുടെയൊക്കെ ഉള്ളിൽ ഒരു സ്പോഞ്ച് പോലെയുള്ള ഭാഗമുണ്ട്, അതാണ് മജ്ജ. അവിടെയാണ് ഈ രക്തകോശങ്ങളൊക്കെ ഉണ്ടാകുന്ന ഫാക്ടറി. ആഹാ, എല്ലിനുള്ളിലെ ഫാക്ടറി. കൊള്ളാം. ഇനി സൂര്യപ്രകാശം. വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി. നമ്മുടെ തൊലിയിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ശരീരം തന്നെ ഈ വിറ്റാമിൻ ഉണ്ടാക്കും. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. കാൽഷ്യം വലിച്ചെടുക്കാനൊക്കെ വിറ്റാമിൻ ഡി വേണം. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുനേരം വെയിൽ കൊള്ളണം. ഇനി പൂക്കളുടെ ലോകത്തെ ഭീമൻ. ലോകത്തിലെ ഏറ്റവും വലിയ പൂവേതാണ്? അത് റഫ്ലേഷ്യ എന്ന പൂവാണ്. റഫ്ലേഷ്യ ആർണോൾഡി എന്ന് പറയും. റഫ്ലേഷ്യ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ കാടുകളിലാണിത് കാണുന്നത്. ഇതിന് 1 മീറ്ററോളം വ്യാസം വരും. ഭാരം ഏകദേശം 10 കിലോ വരെ വരാം. 10 കിലോ ഭാരമുള്ള പൂവോ? അതെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതിന് നല്ല മണമല്ല, ഭയങ്കര ദുർഗന്ധമാണ്. ചീഞ്ഞ ഇറച്ചിയുടെയൊക്കെ മണം. അയ്യോ, എന്തിനാ ഈ ദുർഗന്ധം? ആ മണം കേട്ടിട്ടാണ് ചില പ്രാണികളൊക്കെ ഈ പൂവിലേക്ക് വരുന്നത്, പരാഗണത്തിന് സഹായിക്കാൻ. ഓഹോ, ദുർഗന്ധമുള്ള ഭീമൻ പൂവ്. രസമുണ്ട്. ഇനി നദികൾ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ആഫ്രിക്കയിലൂടെ ഒഴുകുന്ന നൈൽ നദിയാണ്. നൈൽ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദിയായി പൊതുവെ കണക്കാക്കുന്നത് നൈൽ നദിയെയാണ്. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് ഈ നദിയുടെ തീരത്താണ്. ഓക്കെ, നൈൽ നദി. ഇനി നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? അത് കടുവയാണ്, ടൈഗർ, റോയൽ ബംഗാൾ ടൈഗർ. കടുവ. ഓക്കെ, ഇനി ശബ്ദത്തെക്കുറിച്ച്. നമ്മൾ ഈ സംസാരിക്കുന്ന ശബ്ദത്തിനൊരു ശക്തിയുണ്ടല്ലോ. ഈ ശബ്ദത്തിന്റെ ഉച്ചം, ലൗഡ്നെസ് അളക്കുന്ന യൂണിറ്റ് എന്താണ്? അത് ഡെസിബലാണ്. ഡെസിബൽ, DB എന്നെഴുതും. ഡെസിബൽ. അതെ, ശബ്ദം എത്രത്തോളം ഉച്ചത്തിലാണെന്ന് അളക്കാൻ നമ്മൾ ഡെസിബൽ യൂണിറ്റ് ഉപയോഗിക്കുന്നു. കൂടുതൽ ഡെസിബൽ എന്നാൽ കൂടുതൽ ഉച്ചത്തിലുള്ള ശബ്ദം. ഓക്കെ, ഡെസിബൽ. ഇനി കരയിലെ വലിയൊരു ഭാഗം. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണല്ലോ ദ്വീപ്, ഐലൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? അത് ഗ്രീൻലാൻഡാണ്. ഗ്രീൻലാൻഡ്. വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വലിയ ദ്വീപ് ഡെൻമാർക്കിന്റെ കീഴിലാണ്.
ഭൂരിഭാഗവും മഞ്ഞുമൂടി കിടക്കുകയാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഓക്കെ, ഗ്രീൻലാൻഡ്. നമ്മൾ നേരത്തെ ഏറ്റവും വലിയ തണുത്ത മരുഭൂമി അന്റാർട്ടിക്കയാണെന്ന് പറഞ്ഞു. അപ്പോ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമെന്ന് ചോദിച്ചാലും ഉത്തരം അതാണോ? അതെ, ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ്. അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ -89°C താഴെയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തണുത്ത്. -89. ബഹ് ബഹ് ബഹ്, തണുത്തുറഞ്ഞു പോകും. ഇനി പക്ഷികളിലെ ഒരു റെക്കോർഡ്. ഏറ്റവും കൂടുതൽ മുട്ടകൾ, അതായത് എണ്ണത്തിലൊരു കൂട്ടിലിടുന്ന പക്ഷി ഏതാണ്? സാധാരണയായി ഒട്ടകപ്പക്ഷിയാണ് ഓസ്ട്രിച്ച് ഒരു കൂട്ടിൽ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്നത്. പല പെൺ ഒട്ടകപ്പക്ഷികൾ ഒരു പൊതുവായ കൂട്ടിൽ മുട്ടയിടുന്ന സ്വഭാവം ഇവയ്ക്കുണ്ട്. ഓഹോ. അതുപോലെ പക്ഷികളുടെ ലോകത്തെ ഏറ്റവും വലിയ മുട്ടയും ഒട്ടകപ്പക്ഷിയുടേതാണ്. പറക്കാൻ പറ്റില്ലെങ്കിലും മുട്ടയുടെ കാര്യത്തിൽ ഇവൻ ഹീറോ ആണ്. ഒട്ടകപ്പക്ഷി, ശരിയാണ്. ഇനി കരയിലെ മൃഗങ്ങളിലെ ഏറ്റവും വലുത്. ലോകത്തിലെ ഏറ്റവും വലിയ കരയിലെ മൃഗം ഏതാണ്? നേരത്തെ ഏറ്റവും വലിയ സസ്തനി നീലത്തിമിംഗലം എന്ന് പറഞ്ഞു. കരയിലെ ഏറ്റവും വലിയ മൃഗം ആഫ്രിക്കൻ ആനയാണ്. ആഫ്രിക്കൻ ആന? അതെ, വലിയ ചെവിയും നീണ്ട തുമ്പിക്കയുമൊക്കെയുള്ള ആഫ്രിക്കൻ ബുഷ് എലിഫന്റ് ആണ് കരയിലെ ഏറ്റവും വലിയ ഭീമൻ. ഓക്കെ, ആഫ്രിക്കൻ ആന. ഇനി നന്നായി സംസാരിക്കുന്ന ഒരു പക്ഷി. മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിവുള്ള തത്തകളുണ്ട്. അതിൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഇനം ഏതാണ്? അത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആണെന്നാണ് പൊതുവെ പറയുന്നത്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇവയ്ക്ക് ധാരാളം വാക്കുകൾ പഠിക്കാനും അത് കൃത്യമായി ഉപയോഗിക്കാനും നല്ല കഴിവുണ്ട്. നല്ല ബുദ്ധിയുള്ള പക്ഷികളാണ്. ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പോയില്ലെങ്കിൽ വീട്ടിലിരുന്ന് ടീച്ചറോട് വിളിച്ചു പറയൂ എന്തോ. പറയാൻ സാധ്യതയുണ്ട്. ഇനി തലച്ചോറിന്റെ വലിപ്പം. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബ്രെയിനുള്ള ജീവി ഏതാണ്? അത് സ്പേം വെയിൽ എന്ന തിമിംഗലമാണ്. സ്പേം വെയിൽ? അതെ, ഈ തിമിംഗലത്തിന്റെ തലച്ചോറിന് ഏകദേശം 8 കിലോഗ്രാമോളം ഭാരം വരും. ജീവിച്ചിരിക്കുന്ന ഏത് മുഴത്തിന്റെ തലച്ചോറിനേക്കാളും വലുതാണിത്. 8 കിലോ ഭാരമുള്ള തലച്ചോറ്, കൊള്ളാം. ഇനി കരയിലെ മാംസം കഴിക്കുന്ന ജീവികൾ. കരയിൽ ജീവിക്കുന്ന മാംസം മാത്രം ഭക്ഷിക്കുന്ന മൃഗങ്ങൾ, കാർണിവോർ. ഏറ്റവും വലുതേതാണ്? സിംഹമാണോ കടുവയാണോ? അല്ല, അത് ആർട്ടിക് പ്രദേശങ്ങളിൽ കാണുന്ന ധ്രുവക്കരടിയാണ്, പോളാർ ബെയർ. അതെ, വെളുത്ത രോമക്കുപ്പായൊക്കെ ഇട്ട ഈ കരടികളാണ് കരയിലെ ഏറ്റവും വലിയ മാംസഭോജി. ഓക്കെ, ധ്രുവക്കരടി. ഇനി കുഞ്ഞന്മാരിലേക്ക് ഏറ്റവും ചെറിയ സസ്തനി ഏതാണ്? നേരത്തെ ഏറ്റവും ചെറിയ പക്ഷി ബി ഹമ്മിംഗ് ബേർഡ് ആണെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനി ബംബിൾ ബീ ബാറ്റ് ആണ്. ബംബിൾ ബീ ബാറ്റ്. ബംബിൾ ബീ ബാറ്റ്, തേനീച്ച വവ്വാൽ. അതെ, തായ്ലൻഡിലും മ്യാൻമറിലുമൊക്കെയാണ് ഇതിനെ കാണുന്നത്. ഒരു വലിയ തേനീച്ചയുടെ അത്രേ വലിപ്പമുള്ളൂ. തൂക്കം വെറും 2 ഗ്രാം ഒക്കെ വരൂ. 2 ഗ്രാം മാത്രമുള്ള സസ്തനി, അവിശ്വസനീയം. ഇനി കടലുകൾക്കൊരു പേര്. നീലക്കടൽ എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. ഏത് കടലാണ് അതിന്റെ നീല നിറം കാരണം അങ്ങനെ അറിയപ്പെടുന്നത്? അത് കരീബിയൻ കടലാണ്. കരീബിയൻ സീ. കരീബിയൻ. അതെ, വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾക്കും തെക്കേ അമേരിക്കയ്ക്കും ഇടയിലുള്ള ഈ കടൽ അതിന്റെ നല്ല തെളിഞ്ഞ നീലനിറത്തിന് പ്രസിദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേര് വരാറുണ്ട്. ഓക്കെ, കരീബിയൻ കടൽ. ഇനി പക്ഷികളുടെ ഉയരങ്ങളിലേക്ക്. ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ്? വിമാനമൊക്കെ പറക്കുന്ന അത്രേ ഉയരത്തിൽ പറക്കുമോ? ഏകദേശം അത്രയും ഉയരത്തിൽ പറക്കും. റൂപ്പൽസ് ഗ്രിഫോൺ കഴുകൻ എന്ന ഒരിനം കഴുകനാണ് റെക്കോർഡ്. റൂപ്പൽസ് ഗ്രിഫോൺ കഴുകൻ? അതെ, ഇവ ഏകദേശം 37,000 അടി, അതായത് 11 കിലോമീറ്ററിലധികം ഉയരത്തിൽ വരെ പറന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ വിമാനങ്ങൾ പറക്കുന്ന ഒരു ഉയരമാണിത്. കഴുകന്മാർ വിമാനത്തിന്റെ കൂടെ, കൊള്ളാം. ഇനി ഒരു പ്രധാന കണ്ടുപിടുത്തം. മനുഷ്യരിലെ രക്തഗ്രൂപ്പുകൾ എ ബി എ ബി ഒ എന്നൊക്കെ പറയുന്നില്ലേ, ഇത് കണ്ടുപിടിച്ചതാരാണ്? അത് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞനാണ്. കാൾ ലാൻഡ്സ്റ്റൈനർ. 1901 അദ്ദേഹം ഈ പ്രധാന രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത്. ഇത് രക്തം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊടുക്കുന്നതിലെ അപകടങ്ങൾ കുറയ്ക്കാൻ ഒരുപാട് സഹായിച്ചു. അദ്ദേഹത്തിന് ഇതിന് നൊബേൽ സമ്മാനവും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. ഇനി പ്രകാശത്തിന്റെ വേഗത. ലൈറ്റ് എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്? നമ്മൾ മിന്നൽ വേഗത എന്നൊക്കെ പറയാറുണ്ട്. മിന്നലിനേക്കാളൊക്കെ എത്രയോ വേഗത്തിലാണ് പ്രകാശം പോകുന്നത്. ശൂന്യതയിലൂടെ പ്രകാശം 1 സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ദൂരം പോകും. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ? അതെ, കൃത്യമായി പറഞ്ഞാൽ 299,792 കിലോമീറ്റർ പെർ സെക്കൻഡ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടിയ വേഗത അതാണ്. ഭയങ്കരം തന്നെ. ഇനി നമ്മുടെ ശരീരത്തിലെ ചൂട്. നമ്മുടെ ശരീരത്തിന്റെ താപനില എപ്പോഴും ഏകദേശം ഒരുപോലെ നിർത്താൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം അഥവാ ഗ്രന്ഥി ഏതാണ്? അത് ഹൈപ്പോഥലാമസ് ആണ്. ഹൈപ്പോഥലാമസ്. ഹൈപ്പോഥലാമസ്. തലച്ചോറിന്റെ അടിഭാഗത്തുള്ള ഈ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ, വിശപ്പ്, ദാഹം, ഉറക്കം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രം. നമ്മുടെ ബോഡിയുടെ തെർമോസ്റ്റാറ്റ് എന്ന് പറയാം. ഓക്കെ, ഹൈപ്പോഥലാമസ്. ഇനി ഗ്രഹങ്ങളിലെ അന്തരീക്ഷം. ഏത് ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വാതകമുള്ളത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ശുക്രനാണ്, വീനസ്. ശുക്രൻ? ശുക്രന്റെ അന്തരീക്ഷത്തിന്റെ 96% കൂടുതലും കാർബൺ ഡയോക്സൈഡാണ്. ഈ കാർബൺ ഡയോക്സൈഡ് ചൂടിനെ പുറത്തുപോകാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തും, ഒരു ഗ്രീൻ ഹൗസ് പോലെ. അതുകൊണ്ട് ശുക്രന്റെ ഉപരിതലത്തിലെ ചൂട് ഭയങ്കര കൂടുതലാണ്.
ഏകദേശം 460°C. 460 ഡിഗ്രി. അവിടെ ജീവിക്കാൻ പറ്റില്ല അല്ലേ? ഒരു രക്ഷയില്ല. ഇനി ഉരഗങ്ങളിലെ ഭീമൻ. നിലത്തിഴയുന്ന ജീവികളിൽ ഏറ്റവും വലുത് ഏതാണ്? പാമ്പാണോ? അല്ല, അത് ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന മുതലയാണ്. സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. അതെ. ഓസ്ട്രേലിയ, തെക്ക് കിഴക്കൻ ഏഷ്യ, ഇന്ത്യയുടെ കിഴക്കൻ തീരം ഇവിടെയൊക്കെ കാണുന്ന ഈ മുതലകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉരകം. 20 അടിയിലധികം നീളമൊക്കെ വെക്കാറുണ്ട്. ഓക്കെ, മുതലയാണ് ഉരഗങ്ങളിലെ വല്യേട്ടൻ. ഇനി മനുഷ്യപേശികളിലേക്ക് വീണ്ടും വരാം. നമ്മൾ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് ആണെന്ന് പറഞ്ഞു. ഇനി ഏറ്റവും വലിയ പേശി, അതായത് ഏറ്റവും കൂടുതൽ മാംസമുള്ള പേശി ഏതാണ്? അത് നമ്മുടെ നിതംബത്തിലെ പേശിയാണ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയും. ഗ്ലൂട്ടിയസ് മാക്സിമസ്. അതെ, നമ്മുടെ ബാക്ക് സൈഡിലെ ആ വലിയ പേശി. ഇരിക്കാനും നിൽക്കാനും നടക്കാനും ചാടാനുമൊക്കെ സഹായിക്കുന്ന ഈ പേശിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഓക്കെ, ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഇനി വെള്ളത്തിലെ വേഗത. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന മത്സ്യം ഏതാണ്? അത് സെയിൽ ഫിഷാണ്. സെയിൽ ഫിഷ്. അതെ, അതിന്റെ മുതുകത്ത് ഒരു പായ പോലെ വലിയ ചിറകുള്ളതുകൊണ്ടാണ് ആ പേര്. ഇത് മണിക്കൂറിൽ 110 കിലോമീറ്ററിലധികം വേഗതയിൽ നീന്തും. വെള്ളത്തിനടിയിലെ ചീറ്റ എന്ന് പറയാം. വെള്ളത്തിലെ ചീറ്റ. കൊള്ളാം. ഇനി പുൽമേടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പുൽമേട്, ഗ്രാസ്ലാൻഡ് അഥവാ സ്റ്റെപ്പ് ഏതാണ്? അത് യുറേഷ്യൻ സ്റ്റെപ്പുകളാണ്. യുറേഷ്യൻ സ്റ്റെപ്പ്. യുറേഷ്യൻ സ്റ്റെപ്സ്. യൂറോപ്പിലും ഏഷ്യയിലുമായി കിഴക്കൻ യൂറോപ്പ് മുതൽ മധ്യേഷ്യ വരെ നീണ്ടുകിടക്കുന്ന അതിവിശാലമായ പുൽപ്രദേശങ്ങളാണിത്. ഓക്കെ, യുറേഷ്യൻ സ്റ്റെപ്പുകൾ. ഇനി ചാട്ടത്തിന്റെ കാര്യം. മൃഗങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിവുള്ളത് ഏത് മൃഗത്തിനാണ്? പൂച്ചവർഗത്തിൽപ്പെട്ടതാണോ? അതെ, പൂമ അഥവാ മൗണ്ടൻ ലയൺ എന്നറിയപ്പെടുന്ന മൃഗമാണ് ചാട്ടത്തിൽ കേമൻ. പൂമ. ഇവയ്ക്ക് ഒരിടത്തുനിന്ന് ഏകദേശം 18 അടി, അതായത് 5.5 മീറ്റർ വരെ മുകളിലേക്ക് ചാടാൻ പറ്റും. ഒരു ചെറിയ ഇരുനില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ. 18 അടി പൂമയുടെ ചാട്ടം. ഇനി വാതകങ്ങളിലേക്ക്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതാണ്? ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ. ഇത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഇതാണ്. ബലൂണുകളിലൊക്കെ പണ്ട് നിറച്ചിരുന്നു, പക്ഷേ ഇത് കത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പോൾ ഹീലിയമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാലും ഏറ്റവും ഭാരം കുറഞ്ഞത് ഹൈഡ്രജൻ തന്നെ. ഓക്കെ, ഹൈഡ്രജൻ. ഇനിയൊരു ചോദ്യം വീണ്ടും ചോദിക്കാണ്. ഓർക്കുന്നുണ്ടോന്ന് നോക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണ്? അത് ഒട്ടകപ്പക്ഷി തന്നെ, ഓസ്ട്രിച്ച്. നമ്മൾ നേരത്തെ മുട്ടയുടെ കാര്യത്തിലും പറഞ്ഞിരുന്നു. കൊള്ളാം, ഓർമ്മയുണ്ട്. ഇനി കടലാമകളിലെ ഭീമൻ. ലോകത്തിലെ ഏറ്റവും വലിയ കടലാമ ഇനം ഏതാണ്? അത് ലെതർബാക്ക് കടലാമയാണ്. ലെതർബാക്ക് സീ ടേർട്ടിൽ. ലെതർബാക്ക്. ഇതിന്റെ പുറന്തോടിന് മറ്റാമകളെപ്പോലെ എല്ലിന്റെ കട്ടിയുള്ള കവചമല്ല, പകരം തുകൽ പോലെ കുറച്ച് സോഫ്റ്റായ ഒരു ആവരണമാണ്. അതുകൊണ്ടാണ് ലെതർബാക്ക് എന്നു പേര്. ഇതാണ് കടലാമകളിൽ ഏറ്റവും വലുതും ഏറ്റവും ആഴത്തിൽ നീന്തുന്നതും. ഓക്കെ, ലെതർബാക്ക് കടലാമ. ഇനി പാമ്പുകളിലേക്ക്. ലോകത്തിലെ ഏറ്റവും ശക്തമായ വിഷമുള്ള പാമ്പേതാണ്? കരയിലെ പാമ്പുകളിൽ ഏറ്റവും വീര്യം കൂടിയ വിഷമുള്ളത് ഓസ്ട്രേലിയയിൽ കാണുന്ന ഇൻലാൻഡ് ടൈപ്പൻ എന്ന പാമ്പിനാണ്. ഇൻലാൻഡ് ടൈപ്പാൻ. ഇതിന്റെ ഒറ്റ കടിയിലുള്ള വിഷം 100ഓളം മനുഷ്യരെ കൊല്ലാൻ മാത്രം ശക്തമാണ്. ഭാഗ്യവശാൽ ഇത് സാധാരണ മനുഷ്യരുമായി ഇടപെടാൻ വരാത്ത ഒരിനം പാമ്പാണ്. ഓ ഭാഗ്യം. ഇൻലാൻഡ് ടൈപ്പാൻ. ഇനി വാഴ. നമ്മുടെ നാട്ടിൽ കാണുന്ന വാഴയേക്കാൾ ഭീമാകാരനായ വാഴയുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ വാഴയിനം ഏതാണ്? ഉണ്ട്. ന്യൂ ഗിനിയ എന്ന സ്ഥലത്ത് കാണുന്ന മൂസ ഇഞ്ചൻസ് എന്ന വാഴയാണ് ലോകത്തിലെ ഏറ്റവും വലുത്. മൂസ ഇഞ്ചൻസ്. അതെ, ഇതിന് 50 അടി, അതായത് 15 മീറ്റർ വരെ ഉയരം വയ്ക്കും. ഒരു വലിയ മരം പോലെ തോന്നും. അതിന്റെ വാഴക്കുലയ്ക്കും നല്ല വലുപ്പമുണ്ട്. 50 അടി ഉയരമുള്ള വാഴ. അവിശ്വസനീയം. ഇനി നായകൾ. ഏറ്റവും വലിയ നായ ഇനം ഏതാണ്? സാധാരണയായി ഉയരം വെച്ച് നോക്കുമ്പോൾ ഗ്രേറ്റ് ഡെയിൻ ആണ് ഏറ്റവും വലിയ നായ ഇനമായി കണക്കാക്കുന്നത്. ഗ്രേറ്റ് ഡെയിൻ? അതെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രം സ്കൂബിഡു ഇല്ലേ, അതൊരു ഗ്രേറ്റ് ഡെയിൻ ആണ്. ആഹാ, സ്കൂബിഡു. ഇനി കുരങ്ങന്മാരിലെ കുഞ്ഞൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങൻ ഏതാണ്? അത് തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകളിൽ കാണുന്ന പിഗ്മി മാർമുസെറ്റ് ആണ്. പൈഗ്മി മാർമുസെറ്റ്. പിഗ്മി മാർമുസെറ്റ്. ഇതിന് നമ്മുടെ തള്ളവിരലിന്റെ അത്രയൊക്കെ വലിപ്പമേ ഉണ്ടാകൂ. ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങനാണിത്. പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. കയ്യിലിരിക്കുമല്ലേ? കൊള്ളാം. ഇനി തേനീച്ചകളിലെ വല്യേട്ടൻ. ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ച ഏതാണ്? അത് മെഗാചൈൽ പ്ലൂട്ടോ അഥവാ വാലസിന്റെ ഭീമൻ തേനീച്ചയാണ്. ഭീമൻ തേനീച്ച. അതെ, ഇന്തോനേഷ്യയിലാണ് ഇത് കാണുന്നത്. സാധാരണ തേനീച്ചയുടെ 4 ഇരട്ടിയോളം വലിപ്പമുണ്ടാവും. ഇതിനെ കുറെ കാലം കാണാതെയായിരുന്നു. വംശനാശം വന്നു എന്ന് കരുതി. പക്ഷെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും കണ്ടെത്തി. ആഹാ, സന്തോഷം. ഇനി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. വള്ളംകളിക്ക് പ്രസിദ്ധമായ പുന്നമുടക്കായലൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, വേമ്പനാട്ട് കായൽ. ഇനി പൂമ്പാറ്റകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പൂമ്പാറ്റ ഏതാണ്? അത് ക്വീൻ അലക്സാൻഡ്രാസ് ബേർഡ് വിങ് എന്ന പൂമ്പാറ്റയാണ്. പാപ്പുവ ന്യൂഗിനിയിലാണ് ഇത് കാണുന്നത്.
ഇതിന്റെ പെൺപൂമ്പാറ്റകൾക്ക് ചിറക് വിടർത്തിയാൽ ഒരടിയോളം, അതായത് 30 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകാം. ഒരു ചെറിയ പക്ഷിയാണെന്ന് തോന്നും. ഒരു പൂമ്പാറ്റയ്ക്ക് ഒരടി നീളമോ? കൊള്ളാം. ഇനി തവളകളിലെ ഭീമൻ, ലോകത്തിലെ ഏറ്റവും വലിയ തവള ഏതാണ്? അത് ആഫ്രിക്കയിൽ കാണുന്ന ഗോളിയാത്ത് തവളയാണ്. ഗോളിയാത്ത് ഫ്രോഗ്. ഗോളിയാത്ത് തവള. ഇതിന് ഒരു ചെറിയ പൂച്ചക്കുട്ടിയുടെ അത്രയും വലിപ്പവും 3 കിലോഗ്രാമിലധികവും ഭാരവുമുണ്ടാകാം. ലോകത്തിലെ ഏറ്റവും വലിയ തവളയാണിത്. ഗോളിയാത്ത് തവള. ഇനി ചിലന്തികൾ. ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി ഏതാണ്? അത് ഗോളിയാത്ത് ബേർഡ് ഈറ്റർ എന്ന ടെറാൻഡുല ചിലന്തിയാണ്. ഗോളിയാത്ത് ബേർഡ് ഈറ്റർ. പേര് കേട്ടിട്ട് പേടിയാവുന്നു. കിളികളെ തിന്നുമോ? പേരിൽ അങ്ങനെയുണ്ടെങ്കിലും ഇത് കിളികളെ സാധാരണയായി തിന്നാറില്ല. പ്രധാനമായും പ്രാണികളും ചെറിയ എലികളും തവളകളുമൊക്കെയാണ് ഭക്ഷണം. തെക്കേ അമേരിക്കയിലെ മഴക്കാടുകളിലാണ് കാണുന്നത്. കാലൊക്കെ വിടർത്തിയാൽ ഒരു ഡിന്നർ പ്ലേറ്റിന്റെ അത്ര വലിപ്പം വരും. ഗോളിയാത്ത് ബേർഡ് ഈറ്റർ. ഓക്കെ, ശരി. ഇതാ 90ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ പല്ലി, ലിസാർഡ് ഏതാണ്? അത് ഇന്തോനേഷ്യയിലെ കൊമോഡോ ദ്വീപുകളിലും അടുത്തുള്ള ചില ദ്വീപുകളിലും കാണുന്ന കൊമോഡോ ഡ്രാഗണാണ്. കൊമോഡോ ഡ്രാഗൺ. കൊമോഡോ ഡ്രാഗൺ. അതെ, ഇതിനെ 10 അടി വരെ നീളവും 70 കിലോയിൽ കൂടുതൽ ഭാരവുമൊക്കെ ഉണ്ടാകാം. ഒരു ചെറിയ മുതലേ പോലെ തോന്നും, പക്ഷേ ഇത് പല്ലിവർഗത്തിൽപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പല്ലി ഇതാണ്, കൊമോഡോ ഡ്രാഗൺ. അങ്ങനെ 90 ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ സയൻസ് ക്വിസ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അറിവ് നേടുന്നത് ഒരിക്കലും നിർത്തരുത്. പിന്നെ ഈ ചാനലില് സയൻസ് ക്വിസ് മാത്രമല്ല, കണക്ക് ക്വിസ്, സാമൂഹ്യശാസ്ത്രം ക്വിസ്, പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ക്വിസുകൾ, വർക്കുകൾ, അങ്ങനെ പല വീഡിയോകളുമുണ്ട്. അതെല്ലാം കണ്ട് നന്നായി പഠിച്ച് നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമാകണം. സബ് ജില്ലാ ക്വിസ് മത്സരങ്ങളിലും LSS പരീക്ഷയിലുമെല്ലാം നന്നായി ശോഭിക്കാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത തവണ പുതിയ വിഷയങ്ങളും കൂടുതൽ ചോദ്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.